നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. EPF വരിക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു ചരിത്രപരമായ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇനി പ്രൊവിഡന്റ് ഫണ്ട് പണം പിൻവലിക്കാൻ അപേക്ഷ നൽകി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടതില്ല. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ള UPI ആപ്പുകൾ വഴി നേരിട്ട് PF പണം പിൻവലിക്കാം എന്നതാണ് പുതിയ വാർത്ത. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ മാറ്റമുള്ള സംവിധാനം എപ്പോൾ മുതൽ വരുന്നു? ആർക്കെല്ലാം ഗുണം കിട്ടും? എത്ര രൂപ വരെ പിൻവലിക്കാം? പെൻഷൻ ഫണ്ടിന് എന്ത് സംഭവിക്കും? എല്ലാം വിശദമായി നോക്കാം. കേന്ദ്ര തൊഴിൽ മന്ത്രാലയം പരിഗണിക്കുന്ന പുതിയ പദ്ധതി പ്രകാരം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലുള്ള പണം ഇനി UPI ആപ്പുകൾ വഴി പിൻവലിക്കാൻ കഴിയുന്നതായിരിക്കും. ഈ സംവിധാനം 2026 ഏപ്രിൽ മുതൽ നടപ്പിലാക്കാനാണ് ആലോചന. രാജ്യത്തെ 8 കോടിയിലധികം EPF അംഗങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. ഇതോടെ EPF അക്കൗണ്ട് സാധാരണ ബാങ്ക് അക്കൗണ്ടിനെ പോലെ ഉപയോഗിക്കാനും പറ്റുന്നതായിരിക്കും. ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? നിലവിൽ PF പണം പിൻവലിക്കണമെങ്കിൽ ക്ലെയിം അപേക്ഷ നൽകണം. ഓൺലൈൻ ആണെങ്കിലും ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ഓരോ വർഷവും 5 കോടി ക്ലെയിം അപേക്ഷകളാണ് EPFO കൈകാര്യം ചെയ്യുന്നത്. ഇതുമൂലം വരിക്കാർക്കും ഉദ്യോഗസ്ഥർക്കും വലിയ ബുദ്ധിമുട്ടാണ്. പുതിയ സംവിധാനത്തിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഉണ്ടാവുക? പുതിയ UPI സംവിധാനത്തോടുകൂടി PF അക്കൗണ്ടിലെ ബാലൻസ് തുക നേരിട്ട് UPI ആപ്പിൽ കാണാം. ആവശ്യമെങ്കിൽ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം. UPI പിൻ ഉപയോഗിച്ച് സുരക്ഷിതമായ ഇടപാട് ബാങ്കിലേക്ക് മാറ്റിയ ശേഷം ATM കാർഡ് ഉപയോഗിച്ചും പണം പിൻവലിക്കാവുന്നതാണ്. അതുമാത്രമല്ല, പെൻഷൻ ഫണ്ടിലെ ബാലൻസ് തുകയും UPI വഴി പരിശോധിക്കാൻ കഴിയുന്നതായിരിക്കും. പെൻഷൻ ഫണ്ട് മുഴുവൻ പിൻവലിക്കാമോ? ഇല്ല സുഹൃത്തുക്കളെ. EPF ഫണ്ടിലെ ഒരു ഭാഗം വിരമിച്ച ശേഷമുള്ള പെൻഷനായി മാറ്റിവെക്കും. ബാക്കി തുക മാത്രമാണ് UPI വഴി പിൻവലിക്കാൻ അനുവദിക്കുക. അതിനാൽ വിരമിക്കൽ സുരക്ഷയും പണത്തിന്റെ അടിയന്തര ലഭ്യതയും ഒരുമിച്ച് ഉറപ്പാക്കുന്ന സംവിധാനമാണിത്. സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും? പണം പിൻവലിക്കുമ്പോൾ UPI പിൻ നിർബന്ധമാണ്. ബാങ്കിംഗ് തലത്തിലുള്ള സുരക്ഷയായിരിക്കും. തെറ്റായ ഇടപാടുകൾ ഒഴിവാക്കാനുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ. ഇതിനായുള്ള സോഫ്റ്റ്വെയർ പിഴവുകൾ പരിഹരിക്കുന്ന അവസാന ഘട്ടത്തിലാണ് EPFO. EPFO ബാങ്ക് പോലെ പണം നൽകാത്തത് എന്തുകൊണ്ടാണ്? EPFOയ്ക്ക് ബാങ്കിംഗ് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ടാണ് കഴിയാത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ വരെ നേരിട്ട് പണം പിൻവലിക്കാൻ കഴിയാതിരുന്നത്. അപേക്ഷ നടപടികൾ നിർബന്ധമായിരുന്നത്. പുതിയ UPI സംവിധാനത്തിലൂടെ ഈ പരിമിതി വലിയ തോതിൽ പരിഹരിക്കപ്പെടും. പഴയ തീരുമാനം മുതൽ 75% PF പിൻവലിക്കാൻ എങ്ങനെയായിരുന്നു? ഇതിനു മുൻപ് 2025 ഒക്ടോബറിൽ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി എടുത്ത ഒരു പ്രധാന തീരുമാനമുണ്ട്. ആകെ EPF തുകയുടെ 75% വരെ പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പൂർണ്ണമായും പിൻവലിക്കാം. ഈ തുകയിൽ തൊഴിലാളിയുടെ വിഹിതം, തൊഴിലുടമയുടെ വിഹിതം രണ്ടും ഉൾപ്പെടുന്നതായിരിക്കും. എന്തെല്ലാം ആവശ്യങ്ങൾക്ക് PF പിൻവലിക്കാം? ചികിത്സ, വിദ്യാഭ്യാസം, വിവാഹം, ഭവന നിർമ്മാണം, പ്രത്യേക അടിയന്തര സാഹചര്യങ്ങളിൽ കുറഞ്ഞത് 12% ജോലി ചെയ്തിരിക്കണം. പരമാവധി 5 ലക്ഷം രൂപ വരെ പിൻവലിക്കാൻ പറ്റുന്നതായിരിക്കും. ഈ മാറ്റം കൊണ്ട് ആർക്കെല്ലാം ഗുണം ചെയ്യും? സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾ, ശമ്പളക്കാരായ യുവാക്കൾ, അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങളുള്ളവർ, EPFO ഉദ്യോഗസ്ഥർ പോലും വരിക്കാർക്കും സംവിധാനത്തിനും ഒരുപോലെ ആശ്വാസം നൽകുന്ന പരിഷ്കാരമാണിത്. EPF ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ മാറ്റങ്ങളിൽ ഒന്നാണിത്. ഈ സംവിധാനം യഥാർത്ഥത്തിൽ നടപ്പിലാക്കുമ്പോൾ PF പണം ഇനി കൈവശത്തുള്ള പണം പോലെ തന്നെ ഉപയോഗിക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. നന്ദി.